നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. ആഘോഷിച്ച് അയർലൻഡ്. സെന്റ് പാട്രിക്സ് ദിനാഘോഷങ്ങളുടെ ഭാഗമായി അയർലൻഡിലെ വിവിധയിടങ്ങളിൽ പരേഡുകൾ നടന്നു. ഡബ്ലിൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് പരേഡിനായി അണിനിരന്നത്. ഷംറോക്ക് സമ്മാനിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഷംറോക്ക് സമ്മാനിച്ച് അയർലൻഡ് പ്രധാനമന്ത്രി മീഹോൾ മാർട്ടിൻ. വൈറ്റ് ഹൌസിലെ കൂടിക്കാഴ്ചയിലായിരുന്നു ഉപഹാരം സമ്മാനിച്ചത്. മണിക്കൂറിൽ 2 അറസ്റ്റ് വീതം. സെന്റ് പാട്രിക് ദിന ബാങ്ക് വാരാന്ത്യ അവധി ദിനങ്ങളിലും വ്യാപകമായി ഗതാഗത നിയമലംഘനം നടത്തി ഐറിഷ് ജനത. അവധി ദിനങ്ങളിൽ മദ്യപിച്ച് വാഹനമോടിച്ചതിന് മണിക്കൂറിൽ 2 പേർ അറസ്റ്റിലാകുന്ന സാഹചര്യമുണ്ടായി. മരിച്ചത് യുക്രൈൻ പൗരൻ. കോർക്കിൽ കുത്തേറ്റ് കൊല്ലപ്പെട്ട യുവാവിന്റെ വിശദാംശങ്ങൾ പുറത്ത്. യുക്രൈൻ സ്വദേശിയാണ് കൊല്ലപ്പെട്ടത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ക്രോക്ക് പാർക്കിലെ ഇന്റർനാഷണൽ പ്രൊട്ടക്ഷൻ സെന്റർ അടച്ചുപൂട്ടി. നീതി വകുപ്പിന്റേതാണ് നടപടി. ഇറാനുമായുള്ള യുദ്ധം അവസാനിച്ചാൽ അയർലൻഡിലെ ഇന്ധനവില കുത്തനെ താഴുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കൌണ്ടി കിൽഡയറിലുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരാൾ അറസ്റ്റിൽ. 20 വയസ്സുള്ള യുവാവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ലിമറിക്കിൽ യുവാവിന് നേരെ ആക്രമണം. സാരമായി പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എൻഎസ്കോർത്ത് ഇന്ത്യൻ അസോസിയേഷനെ നയിക്കാൻ ഇനി പുതിയ നേതൃത്വം. 2026-27 വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. അഗ്നിബാധയെ തുടർന്ന് അടച്ചിട്ട കൌണ്ടി ഡൊണഗലിലെ ഡോഗ് ഫാമിംഗ് വില്ലേജ് തുറന്നു. 1 വർഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇവിടം തുറന്നത്. ഇസ്രായേലിനായി ചാരപ്രവർത്തനം നടത്തിയ മൊസാദ് ചാരനെ വധിച്ച ഇറാൻ. കൗറൂഷ് കീവാനി എന്ന ആളെയാണ് വധിച്ചത്. യുദ്ധം അവസാനിച്ചാൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മെഡിക്കൽ സഹായങ്ങൾക്ക് ഇന്ത്യയോട് നന്ദി പറഞ്ഞ ഇറാൻ. ബുധനാഴ്ചയാണ് ഇന്ത്യയിൽ നിന്നുള്ള മരുന്നുകളും മറ്റും അടങ്ങിയ മെഡിക്കൽ സാധനങ്ങൾ ഇറാനിലെത്തിയത്. UAPA കേസിൽ 7 വിദേശ പൗരന്മാരെ അറസ്റ്റ് ചെയ്ത് പോലീസ്. ഒരു US പൗരനും 6 യുക്രൈൻ പൗരനുമാണ് അറസ്റ്റിലായത്. TM നാരായണൻ ഗുരുവായൂർ മേൽശാന്തി. നറുക്കെടുപ്പിലൂടെയാണ് മേൽശാന്തിയെ തിരഞ്ഞെടുത്തത്. പൊട്ടിത്തെറി. ആലപ്പുഴയിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. രാജിവെച്ച കോൺഗ്രസ് നേതാവ് സജി ജോസഫ് വിമതനായി മത്സരിക്കും. വീണ്ടും മുന്നേറി സഞ്ജു. T20 റാങ്കിങ്ങിൽ വീണ്ടും മുന്നേറി മലയാളി താരം സഞ്ജു സാംസൺ. ഒരു സ്ഥാനം ഉയർന്ന് റാങ്കിങ്ങിൽ 21ാമതെത്തി. വെളിപ്പെടുത്തലുമായി ഇംഗ്ലീഷ് താരം. ഇന്ത്യൻ ക്രിക്കറ്റ് താരം MS ധോണി ഹുക്ക വലിക്കാറുണ്ടായിരുന്നുവെന്ന് ഇംഗ്ലീഷ് താരം സാം ബില്ലിംഗ്സ്. ഹുക്ക നോക്കാനായി പ്രത്യേക ജോലിക്കാരൻ ധോണിക്കുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഉഷ്ണതരംഗത്തിന് സാധ്യത. അയർലൻഡിൽ അന്തരീക്ഷ താപനില ഉയരുമെന്ന് പ്രവചിച്ച് മെറ്റ് അയർലൻഡ്. ഉഷ്ണതരംഗത്തിനും സാധ്യത. ഈർപ്പം കൂടിയ കാലാവസ്ഥ. സംസ്ഥാനത്ത് ഈർപ്പം കൂടിയ കാലാവസ്ഥ. ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.